വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8, 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ അമ്മയും സഹോദരരും അവന്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്ത് എത്താൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരരും. യേശുവിന്റെ മൂല്യബോധത്തിന്റെ തനിമ. ഒരിക്കൽ യേശു ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ട് പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിലായിരിക്കണം തന്റെ സ്വന്തം അമ്മയും ബന്ധക്കാരായ സഹോദരങ്ങളും കൂടെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ജനക്കൂട്ടത്തിന്റെ ബാഹുല്യം മൂലം അമ്മയ്ക്ക് യേശുവിന്റെ അടുത്തെത്താൻ സാധിച്ചില്ല എന്ന് സുവിശേഷകൻ നമ്മോട് പ്രത്യേകം പറഞ്ഞു തരുന്നു. അപ്പോൾ അകലെ നിൽക്കുന്ന അമ്മയെ കണ്ടിട്ടായിരിക്കാം ചില ബന്ധപ്പെട്ട ആളുകൾ അമ്മ കാണാൻ വന്നിട്ടുണ്ട് എന്ന് യേശുവിനെ അറിയിക്കുന്നു. യേശു ആ അവസരത്തിൽ താൻ ആരോട് ആശയവിനിമയം ചെയ്തിരുന്നുവോ അവരെ തന്റെ മൂല്യബോധത്തിന്റെ തനിമയാർന്ന ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ ആ അവസരം വിനിയോഗിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. യേശു ഇങ്ങനെ അവരോട് സംസാരിച്ചു കാണും. തീർച്ചയായും മനുഷ്യൻ പലതരത്തിലും പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. അതിലേറ്റവും പ്രാധാന്യമേറിയ ഒരു ബന്ധമാണ് രക്തബന്ധം, കുടുംബബന്ധം. അതിൽ തന്നെ ഉത്കൃഷ്ടമാണ് മാതൃപുത്രബന്ധം. എന്നാൽ ഈ ബന്ധം അതിന്റെ ആഴത്തിലും പരപ്പിലും അതിന്റെ ഉത്കൃഷ്ടത നേടുന്നത് അതിനേക്കാൾ ഉത്കൃഷ്ടമായ ചില മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ്. ദൈവത്തിന്റെ ഇഷ്ടം അറിയുകയും ആ ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബന്ധങ്ങൾക്കൊക്കെ പ്രാധാന്യം വരുന്നത് എന്നതാണ് തന്റെ ചിന്ത എന്ന് ജനങ്ങളെ പഠിപ്പിക്കുക. എന്നിട്ട് യേശു വ്യക്തമാക്കി കാണും, ഞാൻ എൻ്റെ അമ്മയെയും കുടുംബാംഗങ്ങളെയും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഇഷ്ടം അവർ അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായതുകൊണ്ടും കൂടിയാണ് എന്നതായിരിക്കാം യേശുവിന്റെ സംസാരത്തിന്റെ ധ്വനി. അതുകൊണ്ട് ആരെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം അറിയുകയും സ്വന്തം ജീവിതത്തിൽ അത് അനുവർത്തിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യുന്നവരെ ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്തും എൻ്റെ സഹോദരങ്ങളുടെ സ്ഥാനത്തും കരുതാൻ ഇടവരും. അവരാണ് യഥാർത്ഥത്തിൽ എൻ്റെ ബന്ധുക്കൾ എന്ന രീതിയിലാണ് യേശു ആ ജനങ്ങളെ പഠിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നത്.